ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ? അതിനു മുമ്പായിട്ടെ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. ഇന്നത്തെ വിശേഷം അതിരാവിലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബാലൻസ് കഥയാട്ടോ ഞാൻ പറയുന്നത്. അപ്പൊ അവസാന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർഷയുടെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. അതുപോലെ തന്നെ വർഷയുടെ അച്ഛനും ഭയങ്കര സന്തോഷം. വേറെ ഒന്നുമല്ല, ശ്രീകാന്തും വർഷയും ഇപ്പോൾ അവരുടെ കൂടെയുണ്ട്. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് അവരുടെ കൂടെ വേണം എന്ന ആ ഒരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് അവിടെ അത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. ഏതായാലും അത്രയും പ്രശ്നമൊക്കെ ഉണ്ടാക്കി നമ്മുടെ ശ്രീകാന്ത് അവിടെ വന്നെങ്കിലും ശ്രീകാന്തിന് ഒരു സമാധാനം ഇല്ല കേട്ടോ. അപ്പൊ രവീന്ദ്രൻ ശ്രീകാന്തിനെ വിളിച്ചിട്ട് മോനെ ഇങ്ങ് ബാ മോനെ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ നമുക്ക് പറഞ്ഞു തീർക്കാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, അച്ഛനിപ്പം തൽക്കാലം ഫോൺ വെക്കുക, ഞാൻ പറയാം, പിന്നെ ഞാൻ വിളിക്കാം, ഞാൻ കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ പറയാം. ഇപ്പൊ അച്ഛൻ തൽക്കാലം ഫോൺ വെക്കാനൊക്കെ പറഞ്ഞു. പക്ഷെ വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ല കേട്ടോ. എങ്കിലും നമ്മുടെ മധുസൂദനും അതുപോലെ തന്നെ മധുസൂദനന്റെ ഭാര്യ, അതായത് നമ്മുടെ വർഷയുടെ അമ്മയും കൂടി വിചാരിച്ച കാര്യം നടന്നല്ലോ എന്ന ഒരു സന്തോഷത്തിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് നേരെ വർഷയുടെ അടുത്തേക്ക് ശ്രീകാന്ത് കയറി ചെല്ലുന്നത്. അങ്ങനെ ശ്രീകാന്ത് വർഷയുടെ അടുത്തേക്ക് കയറി ചെന്നപ്പോൾ വർഷയാണെങ്കിൽ അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ടും ഗെയിമൊക്കെ കളിച്ച് സന്തോഷത്തോടു കൂടി ഇരിക്കുകയല്ല, സന്തോഷം അഭിനയിച്ചിരിക്കുകയാണ്. അപ്പം ഗെയിമൊക്കെ കളിക്കുന്നു, അങ്ങനെ ഇങ്ങനെ ഇപ്പൊ കൊല്ലും ഇപ്പൊ വെടിവെക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ശ്രീകാന്ത് വന്നിട്ട് വർഷേ എന്ന് വിളിച്ചപ്പോഴത്തേക്കും വർഷ മൈൻഡ് ചെയ്യുന്നില്ല. വർഷ ഗെയിം കളി വർഷേ എന്ന് വീണ്ടും വിളിച്ചു, മൈൻഡ് ചെയ്യുന്നില്ല. ശ്രീകാന്ത് എന്ത് ചെയ്തു, കയ്യിലിരുന്ന ഫോൺ എടുത്ത ബെഡിലേക്ക് ഒരു ഒറ്റ ഇടലിട്ടപ്പോഴത്തേക്കും വർഷ ചോദിച്ചു, എന്താ ശ്രീകാന്ത് കാണിക്കുന്നത്? ഞാൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? എന്തിനാ എന്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് ബെഡിലേക്ക് ഇട്ടത്? ഞാൻ ഇവിടെ ഇരുന്ന് എത്ര തവണ നിന്നെ വിളിച്ചു, നീ എന്താ വിളി കേൾക്കാത്തത്? ഗെയിം കളിച്ച് അതിനകത്ത് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നിട്ടല്ലേ ഞാൻ വിളിച്ചത്, നീ കേൾക്കാത്തത്? ആര് പറഞ്ഞു? ശ്രീകാന്ത് വിളിച്ചത് ഞാൻ കേട്ടായിരുന്നു. ഓഹോ, അപ്പൊ ഞാൻ വിളിച്ചത് നീ കേട്ടിട്ട് മനഃപൂർവ്വമാണോ നീ എന്നോട് പ്രതികരിക്കാതിരുന്നത്? ആഹാ, അപ്പൊ എന്നെ നീ കളിയാക്കുമായിരുന്നോ? അതെ, ഈ കളിയാക്കലും ഈ അപമാനിക്കലും ഒക്കെ അത് ശ്രീകാന്തിന്റെ കുടുംബത്തിനെയും മാത്രമേ ബാധിക്കത്തുള്ളൂ. എന്റെ കുടുംബത്തിന് അതൊന്നും ബാധിക്കില്ലേ? ശ്രീകാന്തിന്റെ അനിയനുണ്ടല്ലോ, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്റെ അച്ഛനെ പട്ടിയെ തല്ലുന്നവരെ തല്ലി. അത് നോക്കിക്കൊണ്ട് ഞാൻ നിൽക്കണം എന്നാണോ പറയുന്നത്? അതിനെ എന്നെ കിട്ടില്ല. കാരണം ഞാനും അഭിമാനമുള്ള ഈ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് വന്നത്. എന്റെ അച്ഛൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ, ശ്രീകാന്തിന്റെ അനിയനെന്നല്ല കേട്ടോ, ചേട്ടന് എൻ്റെ അച്ഛനെ അടിക്കാനുള്ള എന്ത് അവകാശവും അധികാരവും ഉള്ളത്? അല്ലെങ്കിൽ എൻ്റെ അച്ഛനല്ല, ആരെങ്കിലും ആയിക്കോട്ടെ, എന്ത് അവകാശവും അധികാരവും ഉള്ളത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തല്ലുന്നത്? ആ കുടുംബത്തിലേക്ക് വരാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ശ്രീകാന്ത് ഇവിടെ നിൽക്കുന്നത് എങ്കിൽ ദയവ് ചെയ്ത് എന്നെ വിട്ടേരെ ശ്രീകാന്തെ. ഞാൻ വരില്ല, അയാളുള്ള ആ കുടുംബത്തിലേക്ക് ഞാൻ വരില്ല. എൻ്റെ അച്ഛനെ അപമാനിച്ചില്ലേ അയാള്? അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അത് എൻ്റെ ഏട്ടനിൽ മാത്രമല്ലല്ലോ തെറ്റുള്ളത്. നിന്റെ അച്ഛനും അങ്ങനെയൊക്കെ എന്തിനാ പറഞ്ഞത്? എൻ്റെ ഏടത്തി അത് പൂമാലയിലിരുന്ന മാല ഇങ്ങനെ മാറ്റിയെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കള്ളിയാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത് ശരിയായ കാര്യമാണോ? അത് നിനക്ക് ശരിയായ കാര്യം തോന്നുന്നുണ്ടോ? ശ്രീകാന്തെ, അത് ശരിയായ കാര്യമല്ല. ഞാൻ പറഞ്ഞല്ലോ, അമ്മ ഇപ്പൊ എന്തെങ്കിലും അച്ഛൻ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ, അച്ഛൻ ഇപ്പൊ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നാക്കുണ്ടല്ലോ പറയാന്. അല്ലാതെ കൈയെടുത്ത് എൻ്റെ അച്ഛന്റെ കരണക്കുറ്റി നോക്കി അടിക്കുക, അതും ഒരടിയല്ല, പട്ടിയെ തല്ലുന്ന പോലെ എല്ലാവരുടെയും മുമ്പിലിട്ട് തല്ലിയില്ലേ? അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സംഭവിച്ചു പോയി. അതിപ്പോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർക്കാലോ. അത് മാത്രല്ല, അച്ഛൻ ഇപ്പൊ എന്നെ വിളിച്ചായിരുന്നു, ചെല്ലാൻ പറഞ്ഞു നിന്നെയും കൂട്ടി. അച്ഛന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി സങ്കടമായിട്ടുണ്ട്. ഓഹോ, അപ്പൊ ശ്രീകാന്തിന്റെ അച്ഛന് സങ്കടം വന്നു കഴിഞ്ഞാൽ ശ്രീകാന്തിന് ഫീലിങ്സ് വരും. എന്റെ അച്ഛന് സങ്കടം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഫീലിങ്സ് വരണ്ടേ? എന്താ എന്താ ശ്രീകാന്തെ നീ പറയുന്നത്? നിനക്ക് മാത്രമേ ഉള്ളോ ന്യായവും നീതിയും ഒക്കെ? എനിക്കും ഉണ്ട് ന്യായവും നീതിയും. എൻ്റെ അച്ഛനെ ഞാന് എൻ്റെ ദൈവത്തെ പോലെ തന്നെയാണ് കാണുന്നത്. ശ്രീകാന്തിന്റെ അച്ഛനെ ശ്രീകാന്ത് ദൈവത്തെ പോലെ തന്നെയല്ലേ കാണുന്നത്? അപ്പൊ എൻ്റെ അച്ഛനെ ഞാനും ദൈവത്തെ പോലെ തന്നെയാണ് കാണുന്നത്. അപ്പൊ പിന്നെ എൻ്റെ അച്ഛന്റെ സങ്കടം എൻ്റെ സങ്കടമാണ്, ശ്രീകാന്തിന്റെ അച്ഛന്റെ സങ്കടം ശ്രീകാന്തിന്റെ സങ്കടമാണെങ്കിൽ ശ്രീകാന്ത് ഒരു കാര്യം ചെയ്യേ, ഞാനിപ്പം തൽക്കാലം വരാൻ ഉദ്ദേശിച്ചിട്ടില്ല.
ശ്രീകാന്തിന്റെ അച്ഛനെ സമാധാനപ്പെടുത്തണമെങ്കിൽ, ശ്രീകാന്തിന്റെ അച്ഛനെ സങ്കടം മാറ്റണമെങ്കിൽ ശ്രീകാന്ത് പൊക്കോ. ശ്രീകാന്തിന് ഞാനിവിടെ തടഞ്ഞൊന്നും വെച്ചിട്ടില്ലല്ലോ. പൊക്കോ പൊക്കോ പൊക്കോ, എനിക്കൊരു കുഴപ്പമില്ല. ഏതായാലും ഞാൻ അങ്ങോട്ടേക്ക് വരാൻ തീരുമാനിച്ചിട്ടേ ഇല്ല. വർഷ, ഇത് ശരിയല്ല കേട്ടോ. നമ്മള് ഭാര്യയും ഭർത്താവുമാണ്. നമ്മുടെ ജീവിതം ഇവർക്കെല്ലാം ഇടയിൽ കിടന്ന് നശിച്ചു പോകുന്നത്. ഇത് ഇങ്ങനെ ഓരോ പ്രശ്നം പറഞ്ഞ് നമ്മുടെ ജീവിതം, നമ്മുടെ നല്ല സമയം അത് ഇല്ലാതാക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ നമ്മൾ സന്തോഷിക്കേണ്ട സമയല്ലേ? സന്തോഷിക്കേണ്ട സമയമൊക്കെയാ. അതിനിടയിലല്ലേ നിന്റെ ഏട്ടന് ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് എനിക്കിപ്പോ സന്തോഷിക്കാൻ തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു, പോയി ശ്രീകാന്തിന്റെ കാര്യം നോക്ക്. എന്നെ ഉപദേശിക്കാനോ എന്നെ ഗുണപാഠം പഠിപ്പിക്കാനോ അതുപോലെ തന്നെ എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകാനോ ഉള്ള ഉദ്ദേശം ഉണ്ടെങ്കിലേ ആ ഉദ്ദേശം അങ്ങ് മാറ്റി വെച്ചേരെ. ഞാൻ വരില്ലെന്ന് പറഞ്ഞാൽ വരില്ല. ശ്രീകാന്ത് ഇത് കേട്ടത് എന്ത് ചെയ്തു? അപ്പം നീ വരില്ലല്ലേ? ആ, ഞാൻ വരില്ല, ഞാൻ വരാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. ശ്രീകാന്ത് പൊക്കോളാൻ പറഞ്ഞു. വല്ലാത്തൊരവസ്ഥയിലായി പോയിട്ട് ശ്രീകാന്ത്. വർഷയുടെ വാശിയൊക്കെ അറിയാം ശ്രീകാന്തിനെ. കാരണം ഒരു പരിധി കൂടുതലൊന്നും വർഷ വാശി പിടിച്ചിരിക്കില്ല. കുറച്ച് കഴിയുമ്പോൾ ശ്രീകാന്തിന്റെ അടുത്ത് ചെല്ലും. അപ്പൊ ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വർഷയുടെ അമ്മയും വർഷയുടെ അച്ഛനും കൂടി ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ് കേട്ടോ. എന്നിട്ട് മധുസൂദനൻ പറഞ്ഞു, നോക്കിക്കോ, ഇനി അയാൾ അനുഭവിക്കാൻ പോകുന്നതുള്ളൂ. അയാള് എന്താ വിചാരിച്ചത്? എൻ്റെ മകളെയും കല്യാണം കഴിച്ചുകൊണ്ട് പോയി അവനെയും കൂട്ടി എൻ്റെ മകളെയും കൂട്ടി അവിടെ സുഖമായിട്ട് ജീവിക്കാന്ന്. സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തം മകൾ ഇറങ്ങിപ്പോയപ്പോൾ അനുഭവിച്ച വേദന എന്താണെന്ന് ഞാൻ അറിഞ്ഞു മഹിമേ. ഇനി സ്വന്തം മകൻ ഭാര്യയുടെ വീട്ടിൽ ജീവിക്കുന്നത് കണ്ട് വേദനിച്ച് ആ രവീന്ദ്രൻ എന്ന് പറഞ്ഞ അയാളുണ്ടല്ലോ, സങ്കടപ്പെട്ട് അയാൾ ഒരു ദിവസം ചങ്കു പൊട്ടിച്ചാകും. ഇതേ എൻ്റെ വിഷമത്തിനുള്ള പ്രതിഫലമാണ്, അയാൾക്ക് ഞാൻ കൊടുക്കുന്ന ശിക്ഷയാണ്, നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും മധുസൂദൻ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പൊ മധുസൂദന്റെ ആ ഒരു വാശിയൊക്കെ ജയിച്ചു, അതുപോലെ നമ്മുടെ മഹിമയുടെ പ്ലാനൊക്കെ ജയിച്ചു എന്നോർത്താണ് ഇരിക്കുന്നത്. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രവീന്ദ്രനെയും അതുപോലെ ശ്രുതിനെയും സുധീനെയും ചന്ദ്രനെയും തന്നെയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രയ്ക്ക് വീണ്ടും സമാധാനക്കേട് തന്നെയാണ്. വീണ്ടും ഇത് തന്നെ പുലമ്പിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഈശ്വര, എൻ്റെ മരുമകൾ ഇറങ്ങിപ്പോയല്ലോ, ഞാൻ ഇനി നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? വലിയൊരു ചടങ്ങ് നടത്തിയിട്ട് ലാസ്റ്റ് അതുകൊണ്ട് ഒരു ഉപകാരവും ഇല്ലാതായി പോയല്ലോ, എൻ്റെ ഈശ്വര, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ വന്നിട്ട് പറഞ്ഞു, ചന്ദ്രേ നീ നിർത്ത് മതി. ഇപ്പം അവരിവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ നീ നിങ്ങൾ വിചാരിക്കുക, ഈ വിവാഹമൊക്കെ കഴിയുമ്പോഴത്തേക്കും മറു വീട്ടിലൊക്കെ പോകൂലോ, അതുപോലെ തന്നെ അവര് വിരുന്നിനൊക്കെ പോകൂലോ. അങ്ങനെ 2 ദിവസം അവിടെ പോയി നിന്നാണെന്നങ്ങ് നീ വിചാരിക്കുക, കരുത്. പിന്നെ നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ചങ്ക് പൊട്ടി പ്രശ്നമെല്ലാം കൂടെ ഉണ്ടാക്കുന്നത്? വേറെ പണിയില്ല നിനക്ക്. അല്ലെങ്കിൽ നീ ഒറ്റ ഒരുത്ത് തന്നെ ഇതിനൊക്കെ കാരണം. പിന്നെ നിങ്ങൾ കൊണ്ടുവന്ന മരുമകളല്ലല്ലേ ഇതിനൊക്കെ കാരണം. ദേ എന്റെ പൊന്നു രവിയേട്ട, ഇനിയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്ക്. നിങ്ങൾ കണ്ണ് തുറന്ന് കാഴ്ചകൾ കാണ്. അവൾ ഇവിടെ കാല് കുത്തിയപ്പോ മുതലല്ലേ ഈ വക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അത് മനസ്സിലാക്കാത്ത എന്നെ മാത്രം കുറ്റപ്പെടുത്തല്ലേ രവിയേട്ട. നിന്നെ കുറ്റപ്പെടുത്താതെ ഞാൻ കണ്ടവരെ പോയി കുറ്റപ്പെടുത്തണോ? ഒരിക്കലും രേവതിയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എനിക്ക്. കാരണം അവൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ കുടുംബത്തിന്റെ നല്ലതിന് വേണ്ടി. പക്ഷെ നീ എന്തെങ്കിലും ചെയ്യുന്നത് ഇപ്പൊ ഈ കുടുംബത്തിന്റെ നാശത്തിന് മാത്രം. നീ ഒരു കാര്യം ചെയ്യേ ചന്ദ്രേ, ഭക്ഷണമെല്ലാം എടുത്ത് കഴിച്ചേ. മോളെ ശ്രുതി, നീ ഒരു കാര്യം ചെയ്യേ, ഇവക്കെ ഭക്ഷണം എന്തെങ്കിലും വിളമ്പി കൊടുക്ക്. അല്ലെങ്കിലേ വല്ല BP കുറഞ്ഞ് ഞാൻ തന്നെ ഇവളെ എടുത്ത് കെട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട വരും. എനിക്ക് പറ്റില്ല അതിന്. പിന്നെ അവന് ഞാൻ വിളിച്ചിട്ടുണ്ട്, അവൻ വരുമെന്ന് പറഞ്ഞല്ലോ, അവൻ വന്നോളൂ. അതുകൊണ്ട് വേറെ ഒന്നും ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ രേവതിയും സച്ചിയും കൂടെ കയറി വരുന്നത്. അവര് ഫുഡൊക്കെ ഇന്ന് കഴിക്കാൻ പോയായിരുന്നേ വെളിയിലെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് കയറി വരികയാണ്. അങ്ങനെ കയറി വരുന്നതും ഫ്രൈഡ് റൈസ് നല്ലതായിരുന്നു, സൂപ്പർ ആയിരുന്നല്ലേ രേവതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് രണ്ടുപേരും കൂടെ കയറി വരിക വലിയ സന്തോഷത്തോടു കൂടി തന്നെ. ചന്ദ്ര കണ്ടതും, എടാ സച്ചി നിക്കടാ അവിടെ, നിന്നോരാരാടാ അകത്തേക്ക് കയറി വരാൻ പറഞ്ഞത്? അകത്ത് കയറി പോകരുതെന്ന് പറഞ്ഞപ്പോ അകത്ത് കയറരുതെന്നോ? ഇതെന്താ ഇവിടെ വല്ല തുടച്ചു വിട്ടിട്ടുണ്ടോ അച്ഛാ? അതുകൊണ്ടാണോ അകത്ത് കയറില്ലെന്ന് പറയുന്നത്? എനിക്ക് തുടച്ചു കഴിഞ്ഞ് ഞങ്ങൾ അകത്ത് കയറാം. തുടച്ചിട്ടിട്ടൊന്നും അല്ല നിന്നോട് അകത്ത് കയറണ്ടെന്ന് പറഞ്ഞത്. നീ ഇവിടെ കയറണ്ട. ഇത്രയും പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ രണ്ടുപേരും വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ? അപ്പൊ നമ്മുടെ സച്ചി രേവതി അകത്ത് കയറി വന്നപ്പോഴത്തേക്കും വീണ്ടും ചന്ദ്ര പറഞ്ഞു, നിന്നോടല്ലേടെ അകത്ത് കയറി വരല്ലെന്ന് പറഞ്ഞത്? ഇതെന്റെ വീടാ, ഇവിടെ ആര് താമസിക്കണം ആര് താമസിക്കേണ്ടെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. മാത്രമല്ല എൻ്റെ മരുമകളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട്, എൻ്റെ മോനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് നിങ്ങൾ രണ്ടുപേരെയും സുഖിച്ച് ഇതിനകത്ത് കയറ്റി താമസിപ്പിക്കുവോ? ഒരിക്കലും ഈ ചന്ദ്രൻ താമസിപ്പിക്കത്തില്ലടാ, ഇറങ്ങട വെളിയിലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എടി ചന്ദ്രെ മിണ്ടാതിരിക്കുന്നേ, അവരിങ്ങോട്ട് കയറി വന്നതല്ലേ ഉള്ളൂ. അവര് കയറി അങ്ങനെ വരണ്ട രവിയേട്ട.
ഇവനെ ഇറക്കി വിട്. ഇവൻ എന്നെൻ്റെ വയറ്റിൽ ജന്മം എടുത്തു അന്ന് തുടങ്ങിയത് എൻ്റെ കഷ്ടകാലം. അന്നെൻ്റെ ജോലി നഷ്ടപ്പെട്ടു. ഇപ്പം എന്തേ എനിക്ക് ദൈവമായിട്ട് കൊണ്ടു തന്ന മരുമകളായിരുന്നു, അവളെയും നഷ്ടപ്പെടുത്തി. എടി രേവതി, ഇതിനെല്ലാം കാരണക്കാരി നീ അടി മൂദേവി. നിന്നെ രേവതി എന്നല്ല, നിന്നെ മൂദേവി എന്ന് തന്നെ ഞാൻ വിളിക്കത്തുള്ളൂ. അവള് പിരി കൊടുത്ത് വിടുന്നതല്ലേടി നീ നിന്റെ കെട്ടിയോനെ ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, നിന്റെ കെട്ടിയോനോട് മര്യാദയ്ക്ക് ഇരിക്കാൻ പറയണം, അവനെ പിരി കൊടുത്ത് വിടരുതെന്ന്. എന്നിട്ട് നീ എന്താ ചെയ്തത്? അത് പിന്നെ അമ്മേ, ഞാൻ എന്താ ചെയ്തത്? ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഇപ്പൊ എടുക്കാത്ത കാര്യം എടുത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ദേഷ്യം വരും. പിന്നെ സച്ചേട്ടൻ അടിച്ചതൊന്നും ശരിയാണെന്ന് ഞാനും പറയുന്നില്ല, സച്ചേട്ടൻ അടിച്ചത് തെറ്റാണെന്ന് തന്നെ ഞാനും പറയുന്നത്. അയ്യോ, അവള് തുടങ്ങി, അവൾ അവിടെ നിൽക്കും ഇവിടെ നിൽക്കും, മറുകണ്ടവും ചാടും. നിന്റെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയാം. രവിയേട്ടാ, ഇന്നൊന്നെങ്കിലും ഒന്ന് തീരുമാനിക്കണം. ഒന്നെങ്കിൽ ഞാന് അല്ലെങ്കിൽ ഇവന്. ഒന്നെങ്കിൽ ഞാൻ ഇവിടെ താമസിക്കും, അല്ലെങ്കിൽ സച്ചി ഇവിടെ താമസിക്കും. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിത്തരാം. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, ആ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യേ, ഇറങ്ങിക്കോ ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. ആ അമ്മ ഇറങ്ങിക്കോ, ഞാനും രേവതിയും അച്ഛനും ഒക്കെ സന്തോഷത്തോടു കൂടി ഇവിടെ താമസിച്ചോളാം. അമ്മ ഇറങ്ങിക്കോ, കുഴപ്പമില്ല, ഇറങ്ങിറങ്ങിറങ്ങ എന്ന് പറഞ്ഞപ്പോ, എടാ നിർത്തണം, എന്റെ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിടാൻ നീ ആരാടാ? അങ്ങനെ ഞാൻ ഇറങ്ങി പോകുന്നില്ല. രവിയേട്ടാ, ഇവനെ ഇറക്കി വിട്ടോ. ഇവൻ എന്റെ കൺമുമ്പിൽ നിൽക്കുന്നതേ എനിക്ക് എനിക്ക് ഭ്രാന്ത് പിടിക്കും. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ദേ ഞാൻ എന്തെങ്കിലും ചെയ്താൽ കൂടിപ്പോവും ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, എടാ സച്ചി, നീ എന്തിനാടാ വെറുതെ ആ സമയത്ത് തല്ലിയത്? തല്ലേണ്ട കാര്യമില്ലായിരുന്നു, പറയാനുള്ളത് പറഞ്ഞു തീർത്താ പോരായിരുന്നോ? ആഹാ അച്ഛ, ഞാൻ തല്ലിയത് എന്തിനാണെന്ന് അച്ഛൻ കണ്ടതല്ലേ. ഈ നിൽക്കുന്ന എൻ്റെ ഭാര്യനെ കുറ്റക്കാരിയാക്കി, കള്ളിയാക്കി. അവരുടെ വീട്ടുകാരെ പറഞ്ഞു, എൻ്റെ വീട്ടുകാരെ പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ നോക്കി നിൽക്കണോ? ഞാൻ പരമാവധി ശ്രമിച്ചതാ. പരമാവധി ഞാൻ അടിക്കാതെ ഒരു പ്രശ്നം ഉണ്ടാകണ്ട എന്ന് ഓർത്തുകൊണ്ട് മാറി തന്നെ നിന്നതാ. അപ്പം അയാൾ എന്താ ചെയ്തത്? അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ദേ നീ അയാളൊന്നും വിളിക്കരുത്, അയാൾക്ക് വിളിക്കാനേ പാടില്ല. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം. നീ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുന്നില്ല. എന്താടാ നീ ഇങ്ങനെയായി പോയത്? നല്ലൊരു മനുഷ്യനാ, അതുപോലെ സമൂഹത്തിൽ നിലയും വിലയുണ്ട്. അയ്യോ, പിന്നെ നല്ലൊരു മനുഷ്യൻ, സമൂഹത്തിൽ നിലയും വിലയും ഉള്ളത് എൻ്റെ അച്ഛനാ, അയാൾക്കല്ല. എൻ്റെ അച്ഛന് നല്ല നിലയും വിലയുണ്ട്. കാരണമേ, ഇന്ന് അവിടെ ഒരാൾ വന്നു കഴിഞ്ഞപ്പം അച്ഛനെ കുറിച്ച് പറഞ്ഞത് കേൾക്കണമായിരുന്നു. അച്ഛന് ആ ഒരു സ്ഥാനത്തിരുന്നപ്പോൾ, അത് ഡ്രൈവറാണെങ്കിലും ആ ഒരു സ്ഥാനത്തിരുന്നപ്പോൾ സത്യസന്ധമായി നീതി പാലിച്ച് ഡ്രൈവിംഗ് നടത്തി ഒരേ ഒരു വ്യക്തി എൻ്റെ അച്ഛനായിരുന്നെന്ന അയാൾ പറഞ്ഞത്. അതും അമ്മാതുസൂദനന്റെ മുമ്പിൽ വെച്ച് തന്നെയാ പറഞ്ഞത്. പിന്നെ അയാൾ എങ്ങനെയാ വലിയ ആളാകുന്നത്? അയാൾ വലിയ ആളാണെങ്കിലേ അമ്മ ഒരു കാര്യം ചെയ്യ്, കുറച്ച് പൂവിട്ട് അവരുടെ വീട്ടിൽ പോയി എന്നും സ്ഥിരമായിട്ട് പൂജിച്ച് പ്രാർത്ഥിച്ചു. അല്ലാതെ എന്നെയും വേറെ ആരെയും കിട്ടാൻ പോകുന്നില്ല. പിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനും രേവതിയല്ലേ. അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, അല്ല സച്ചിയല്ല, ചന്ദ്ര പറഞ്ഞു, ഇറങ്ങണം. അത് തീരുമാനിക്കുന്നത് നീയല്ല. നിന്റെ ഭാര്യനെ നിനക്ക് തന്നെ നോക്കാനുള്ള കഴിവുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യും, നീ നിന്റെ ഭാര്യനെ കൂട്ടിക്കൊണ്ട് ഇറങ്ങിപ്പൊക്കോന്നേ. നീ ഈ വീട്ടിലില്ലെന്ന് ഓർത്തോണ്ട് യാതൊരു കുഴപ്പമില്ല സച്ചി. നീ ഒന്ന് പോയി തരുമോ ഈ വീട്ടിൽ നിന്ന്? ഞാൻ കാല് പിടിക്കാം. എനിക്ക് രണ്ട് മക്കളെ ഉള്ളൂ. നീ എൻ്റെ മകനല്ല, ഇറങ്ങി പോടാ ഇവിടെ നിന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് അതങ്ങോട്ട് കൊണ്ട് കേട്ടോ. സച്ചി പറഞ്ഞു, രേവതി വാ, രേവതി ബാഗ് എടുക്ക്, നമുക്ക് ഇറങ്ങാം. ഇനി നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. നീ പോയി ബാഗ് എടുക്കാൻ പറഞ്ഞു കേട്ടോ. ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പം നിങ്ങൾ ഓർക്കും, ഞാൻ എന്നും ഇച്ചിരി കൂടുതലൊക്കെ പറയുന്നതല്ലേ, ഇന്ന് എന്തു പറ്റി ഞാൻ കൂടുതൽ പറയാത്തതെന്ന്. കാരണം കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ പറയാനുള്ള കഥ എനിക്ക് കിട്ടത്തില്ല. പിന്നെ നാളത്തെ കഴിഞ്ഞ് കാണിക്കേണ്ടത് തന്നെയായിരിക്കും ഇന്ന് പറഞ്ഞതും. അപ്പം അതുകൊണ്ട് ഞാൻ ഇനിയിപ്പം ഒരു കാര്യം തീരുമാനിച്ചു, കറക്റ്റ് സീനുകളെ പറയുന്നുള്ളൂ, കൂടുതൽ മുന്നോട്ട് കൂട്ടി പറയുന്നില്ല. കാരണം കൂടുതൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് 2 ദിവസം ഗ്യാപ്പ് എടുക്കേണ്ട ഒരു അവസ്ഥയാണ് കഥ പറയാനായിട്ട്. കാരണം എപ്പോഴും ഒന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ദേഷ്യം വരും. നിങ്ങൾ പറയും, ചിന്നു ആവർത്തിച്ച് പറയുകയാണ്, ഇത് ഇന്നലെ പറഞ്ഞതാണ് എന്നൊക്കെ നിങ്ങൾ പറയും. അപ്പം ഞാൻ കറക്റ്റ് അങ്ങ് പറഞ്ഞു പോവുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. കാരണം ഞാനിപ്പം ഒരു കഥ, നാളത്തെ കഥ പറഞ്ഞ ഇപ്പോഴേ, അപ്പം ഞാനിപ്പോൾ ഇത് കൂട്ടി പറയുകയാണെങ്കിൽ പിറ്റേ ദിവസത്തെ കഥ പറയുമ്പം ഞാൻ ഇന്ന് പറഞ്ഞത് തന്നെ കുറച്ച് കയറ്റി പറയേണ്ടി വരും, ശരിയല്ലേ? അപ്പം നിങ്ങൾ പറയും, ചിന്നു ആവർത്തിച്ച് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി വലിച്ചു നീട്ടാത്തത് കേട്ടോ. അപ്പം ഏതായാലും നമുക്ക് കറക്റ്റ് കഥ തന്നെ പറഞ്ഞു പോകാം. അതുകൊണ്ടാണ് കഴിഞ്ഞ 2 ദിവസവും ഞാൻ കഥ ഇടാതെ ഇരുന്നതും. എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും അത് തന്നെ ആവർത്തിക്കുമ്പോൾ നിങ്ങൾ ഓർക്കൂലേ, വീണ്ടും ചിന്നു അത് തന്നെ പറയുകയാണെന്ന്. അപ്പം നിങ്ങൾക്കും ബോറാകും, ശരിയാണ്.
കാരണം നിങ്ങൾക്ക് ബോറാകും, കേട്ടത് തന്നെ പിന്നെയും കേൾക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കൂടുതലൊന്നും വലിച്ചു നീട്ടി പറയാതെ ഇവിടം കൊണ്ട് നിർത്തുന്നത്. അപ്പൊ നാളെ കറക്റ്റ് ഈ ഒരു ഭാഗം കൊണ്ടൊക്കെയാണ് അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, കിടിലൻ കിടിലൻ വിശേഷമാണ് വരാനിരിക്കുന്നത്. നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരം പൊളിയാൻ പോവുകയാണ്. അപ്പൊ ശ്രുതി ഇപ്പൊ തൽക്കാലം രക്ഷപ്പെട്ട് നിൽക്കുകയാണല്ലോ. ശ്രുതിയുടെ വിചാരം എന്താണ്, ഈ ഒരു പ്രശ്നത്തിന്റെ ഇടയിൽ ചന്ദ്ര ഒന്നും ഓർക്കുന്നില്ല എന്നല്ലേ. പക്ഷേ നമ്മുടെ ശ്രുതിക്ക് വീണ്ടും കുരുക്കു വീഴുകയും നമ്മുടെ ശ്രുതി വീണ്ടും കള്ളത്തരത്തിന്റെ മേൽ കള്ളത്തരം ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഇനിയിപ്പോ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾക്ക് അടുത്ത വിശേഷത്തിൽ കേൾക്കാം. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. പോകുന്നതിന് മുമ്പായിട്ട് ലൈക്ക് അടിച്ചിട്ട് പോകണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.